സംസ്ഥാനത്ത് വീണ്ടും പാമ്പ് കടിയേറ്റൊരു മരണം എന്നൊരു വാർത്ത വരുന്നു. കായംകുളം സ്വദേശി സെലീനയാണ് മരിച്ചത്. വീട്ടുവളപ്പിൽ നിന്നാണ് സെലീനയ്ക്ക് പാമ്പ് കടിയേറ്റത്. മനീഷ് മഹിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മനീഷ് മഹിപാൽ, ചൂട് കൂടിയതോടെ പാമ്പുകൾ പുറത്തിറങ്ങുന്നു, വീടുകളിൽ കയറുന്നു, പാമ്പ് കടിയേറ്റുള്ള മരണം വർദ്ധിക്കുന്നു. ഇന്നു തന്നെ 2 മരണം റിപ്പോർട്ട് ചെയ്യുന്നു. എന്താണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വരുന്ന വാർത്ത? സെലീനയ്ക്ക് പാമ്പ് കടിയേറ്റത് വീട്ടുവളപ്പിൽ വെച്ചാണ്. എപ്പോഴാണ് സംഭവം? ഏത് പാമ്പാണ് കടിച്ചത്? എന്തെങ്കിലും മറ്റു വിവരങ്ങളുണ്ടോ? അരുൺകുമാർ, ഈ സംഭവം നടന്നിട്ട് ഏകദേശം 1.5 മണിക്കൂർ സമയം മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പരിമിതമായിട്ടുള്ള വിവരങ്ങളാണ് ലഭ്യമായിട്ടുള്ളത്. കായംകുളം സ്വദേശി വടക്കേത്തോപ്പിൽ, ചേരാവള്ളി വടക്കേത്തോപ്പിൽ സെലീന 42 വയസ്സാണ്. വീട്ടുവളപ്പിൽ വെച്ചല്ല. സെലീന ഇന്ന് വൈകിട്ട് 6 മണിക്ക് കായംകുളം കൊറ്റുകുളങ്ങരയിലുള്ള ഒരു ബന്ധു വീട്ടിൽ പോയിരുന്നു. അവിടെ ബന്ധുവിന്റെ വിവാഹ സൽക്കാരത്തിന് പോയതായിരുന്നു, അടുക്കള കാണാൻ പോയതായിരുന്നു. അവിടെ വെച്ച് രാത്രി 7:30ക്കാണ് സംഭവം ഉണ്ടാകുന്നത്. ആളൊഴിഞ്ഞൊരു പറമ്പിലായിരുന്നു സെലീന ഓടിച്ച വാഹനം, ഇരുചക്ര വാഹനം നിർത്തിയിട്ടിരുന്നത്. സൽക്കാരത്തിൽ പങ്കെടുത്ത ശേഷം വാഹനം എടുക്കാൻ തിരികെ ഈ പറമ്പിലേക്ക്, ആളൊഴിഞ്ഞൊരു പറമ്പ് കൂടിയായിരുന്നു, ആ പറമ്പിലേക്ക് എത്തുന്ന സമയത്താണ് പാമ്പിന്റെ കടിയേറ്റത്. ആ സമയത്ത് കാലിൽ എന്തോ കടിച്ചു എന്ന് ചുറ്റുമുള്ള ആളുകളോട് പറഞ്ഞു. അങ്ങനെ ആളുകൾ ചേർന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചു. ഏത് പാമ്പാണ്, ഇരുട്ടായതുകൊണ്ട് തന്നെ ഏത് പാമ്പാണെന്ന് അറിയില്ല. പാമ്പിന്റെ ഇനമനുസരിച്ചാണ് സാധാരണ രീതിയിൽ ആന്റിവെനം കൊടുക്കുക. അതുകൊണ്ട് തന്നെ പാമ്പ് ഏത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മരണം അതിവേഗം സംഭവിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ വിഷമുള്ള പാമ്പ് തന്നെ ആകാനാണ് സാധ്യത എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും 42 വയസ്സ് മാത്രമാണ് പ്രായം. സെലീന എന്നാണ് പേര്. കായംകുളം ചേരാവള്ളി വടക്കേത്തോൽപ്പിൽ എന്നതാണ് അഡ്രസ്സ്. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഉടൻ തന്നെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇപ്പോഴും ബന്ധുക്കളും അടുത്ത ആളുകളും സുഹൃത്തുക്കളും ഒക്കെ തന്നെ ഈ ആശുപത്രിയിലുണ്ട്. സെലീനയുടെ മൃതദേഹം ഇപ്പോഴും ഈ കായംകുളം താലൂക്ക് ആശുപത്രിയുടെ മോർച്ചറിയിലേക്ക് മാറ്റുകയാണ്. ഏത് പാമ്പാണ് കടിച്ചടക്കമുള്ള കാര്യങ്ങൾ ഈ വരുന്ന മണിക്കൂർ നമുക്ക് ആ വിവരം ലഭ്യമാകും. ഇപ്പോഴിതാ ഈ അപകടം നടന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മരണം സംഭവിച്ചിട്ട് ഏകദേശം 1.5 മണിക്കൂർ സമയം മാത്രമേ ആകുന്നുള്ളൂ. സംസ്ഥാനത്ത് ഇപ്പോഴത്തെ 4ാമത്തെ മരണമാണ് പാമ്പ് കടിയേറ്റുണ്ടാകുന്നത്. മുഖ്യമന്ത്രി നേരത്തെ ഇത് സംബന്ധിച്ചുള്ള ദുഃഖം, അനുശോചനം അറിയിച്ചിരുന്നു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും സഹായത്തിനായി വനം വകുപ്പിനെ ബന്ധപ്പെടണമെന്നും സർപ്പ വോളണ്ടിയർ സംസ്ഥാനത്ത് 24 മണിക്കൂർ സജ്ജമാണെന്നുമുള്ള കാര്യം അദ്ദേഹം അറിയിച്ചിരുന്നതാണെങ്കിൽ ഇപ്പോഴത്തെ കായംകുളത്തെ സംബന്ധിച്ചുള്ള വാർത്തയിലെ കൂടുതൽ വിവരങ്ങൾ അടുത്ത മണിക്കൂറുകളിൽ ലഭ്യമാകും. അരുൺകുമാർ, വളപ്പിൽ നിന്ന് പാമ്പ് കടിയേറ്റ്, അതായത് മറ്റൊരു ബന്ധുവിന്റെ വീട്ടിൽ പോയി തിരിച്ചു മടങ്ങുന്നതിനിടെ ഇരുചക്ര വാഹനം എടുക്കുന്നതിനിടയിലാണ് പാമ്പ് കടിയേറ്റത്. ആ സമയത്ത് തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. കടിച്ചപ്പോൾ തന്നെ പാമ്പാണെന്ന് സെലീനയ്ക്ക് ബോധ്യമായിരുന്നുവെന്ന് തോന്നുന്നു, അല്ലേ? അരുൺകുമാർ, ഏത് പാമ്പാണെന്നുള്ള കാര്യം പക്ഷെ മനസ്സിലായി കാണില്ല. ഇരുട്ടുള്ള സ്ഥലമാണ്, അതായത് ഒരു പാടവും പറമ്പും ഒക്കെ ഉള്ള പ്രദേശമാണ്. അവിടെ സ്വാഭാവികമായി തന്നെ വേനലാകുന്ന സമയത്ത് പാടശേഖരങ്ങളിലൊക്കെ തന്നെ കൃഷി കഴിഞ്ഞ്, അതായത് 2ാമത്തെ കൃഷിയുടെ കൊയ്ത്ത് കഴിഞ്ഞ സമയമാണ്. ആ സമയത്ത് പറമ്പ് അല്ലെങ്കിൽ പാടം വെറുതെ കിടക്കുന്ന സമയമാണ്. ഈ സമയത്ത് സ്വാഭാവികമായും തന്നെ പാമ്പുകളുടെ ശല്യം കൂടെ ഉള്ളതാണ്. പക്ഷെ ഈ പറമ്പിലേക്ക് പാമ്പുകൾ കയറി വന്നത് സ്വാഭാവികമായും അത് ഈ തണുപ്പ് തേടി വരുന്നതായിരിക്കാം. ആ സമയത്ത് ഇരുട്ടുള്ള സ്ഥലമായിരിക്കാം എന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാകുന്നത്. അവിടെ വാഹനം തിരക്കുള്ള, അതായത് ഈ വിവാഹ സൽക്കാരം നടക്കുന്ന സ്ഥലത്ത് വലിയ തിരക്കുണ്ടായിരുന്നു. അവിടെ വാഹനം ആളൊഴിഞ്ഞൊരു പറമ്പിലേക്ക് വെക്കുന്നു. അങ്ങനെ